നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് BAHIH ഹോണേഴ്സിലെ BHIC 105 യൂണിറ്റ് 1 എന്ന ചാപ്റ്ററാണ് പേപ്പറാണ്. അതിലത്തെ യൂണിറ്റ് 1 ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ പാഠഭാഗത്തിൽ ഹിസ്റ്റോറിക്കൽ സോഴ്സ് എന്നാണ് ഈ പാഠഭാഗത്തിൻ്റെ പേര്. ഇതിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അറ്റ് ഫസ്റ്റ് ബയോഗ്രഫീസ് ഓർ ചരിതാസ്, inscriptions, temples, oral tradition or sources, Puranas, law books, poem songs and other literary sources, Chinese accounts, commentaries മുതലായവയൊക്കെ നമ്മളിതിൽ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. ഓക്കെ, അറ്റ് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ നമുക്ക് നോക്കാം. ഹിസ്റ്റോറിക്കൽ സോഴ്സിൽ മനസ്സിലായിട്ടുണ്ടല്ലോ, BHIC പേപ്പറിൽ 105 BHIC പേപ്പറിൽ യൂണിറ്റ് 1 ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഇൻട്രൊഡക്ഷൻ. ദ സോഴ്സസ് ഫോർ ഏർലി മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി 18th to 13th century CE. അതായത് മധ്യകാല ഇന്ത്യൻ ചരിത്രം നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് 8 മുതൽ 13ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തെ കുറിച്ചാണ്. ഇത് വളരെയധികം ഡൈവേഴ്സും ക്ലാസിഫൈഡും ലിറ്റററിയൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇത് വളരെയധികം വൈവിധ്യമാർന്നതും അതേപോലെ തന്നെ ക്ലാസിഫൈ ചെയ്തതും ഒക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആർക്കിയോളജിയിലൂടെയും ഫോറിൻ അക്കൗണ്ട്സിലൂടെയൊക്കെ നമുക്ക് ഈ കാലഘട്ടത്തിൽ ചരിത്രം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ദിസ് പീരിയഡ് വിറ്റ്നസ്ഡ് ന്യൂ ഫോം ഓഫ് ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ് സച്ച് ആസ് ചരിതാസ്, വംശാവലീസ്, ക്രോണിക്കിൾസ്, പ്രശസ്തീസ് എക്സെട്ര. അതായത് ഈ കാലഘട്ടം സാക്ഷിയായത് എന്തൊക്കെയാണ്? പ്രത്യേക തരത്തിലുള്ള ചരിതങ്ങൾ, ബയോഗ്രഫീസ്, വംശാവലീസ്, ഡൈനാസ്റ്റിക് ക്രോണിക്കിൾസ്, പ്രശസ്തീസ്, സ്തുതിഗീതങ്ങൾ മുതലായവയിലൂടെയൊക്കെ നമുക്ക് ഈ കാലഘട്ടത്തിലെ പൊളിറ്റിക്കൽ, സോഷ്യോ എക്കണോമിക്കൽ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ദ ബിഗിനിങ് ഓഫ് ഇസ്ലാമിക് റൂൾ ഫർദർ ഇൻട്രൊഡ്യൂസ് പേർഷ്യൻ ഹിസ്റ്റോറിയോഗ്രഫി. ഈ നൂറ്റാണ്ടിന്റെ ആദ്യകാലത്ത് ഇസ്ലാമിക് റൂളേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പേർഷ്യൻ ഹിസ്റ്റോറിയോഗ്രഫി. While inscription, temples and oral tradition continued to provide crucial evidence. പിന്നീട് വരുന്ന രാജാക്കന്മാരൊക്കെ എന്ത് ഫോളോ ചെയ്തു? ഓറൽ ട്രഡീഷനിലൂടെ, ഇൻസ്ക്രിപ്ഷനിലൂടെയൊക്കെ ആ കാലഘട്ടത്തിലെ കാര്യങ്ങളൊക്കെ എഴുതി വെക്കാൻ തുടങ്ങി. ടുഗദർ ദോസ് സോഴ്സ് ഹെൽപ്പ്. ഇത്തരത്തിലുള്ള സോഴ്സുകളിലൂടെയൊക്കെ നമുക്ക് ആ കാലഘട്ടത്തിലെ കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കും. ഇതിലൂടെ എന്തൊക്കെ? പൊളിറ്റിക്കൽ, സോഷ്യൽ, എക്കണോമിക്, കൾച്ചറൽ ഹിസ്റ്ററി ഓഫ് ദ പീരീഡ്. ആ കാലഘട്ടത്തിൽ രാഷ്ട്രീയപരമായ, സാമൂഹ്യപരമായ, സാമ്പത്തികപരമായും സാംസ്കാരികപരമായ ചരിത്രം റീകൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ബയോഗ്രഫീസ് ഓർ ചരിതാസ്. ആ കാലഘട്ടത്തിലെ ബയോഗ്രഫി ഓർ ചരിത. നമ്മൾ ബയോഗ്രഫി ഓർ ചരിതനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. Charitas were historical biographies written in the form of kavyas, poetic works to narrate the life of achievement of king and elites. വരേണ്യ വർഗത്തിൻ്റെയും രാജാക്കന്മാരുടെയും നേട്ടങ്ങളും അവരുടെ ജീവിത രീതികളും എല്ലാം വിശദീകരിക്കുന്നതാണ് ഈ ചരിതാസ് എന്ന് പറയുന്നത്, ജീവചരിത്രം എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ബാണഭട്ടാസ് ഹർഷചരിത ഡിസ്ക്രൈബ്സ് ഹർഷവർദ്ധനാസ് റെയിൻ ആൻഡ് അംബിഷൻസ്. അതായത് ഇതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം ബാണഭട്ടൻ എഴുതിയ ഹർഷചരിതമാണ്. അത് ഹർഷവർദ്ധനന്റെ ഭരണവും അദ്ദേഹത്തിന്റെ അഭിലാഷങ്ങളും അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ, സോഷ്യോ എക്കണോമിക് ലൈഫിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. സന്ധ്യകർണാദിനീസ് രാമചരിതം നരേറ്റ് ചെയ്യുന്നത് രാമൻ എന്ന രാജാവിനെ കുറിച്ചുള്ള വിശദീകരണമാണ് നമുക്ക് തരുന്നത്, വിവരണം. രാമപാല കിങ്സ് struggle against the Kaivartas, offering insight into the first record peasant revolt. അതായത് രാമപാല രാജാവിൻ്റെ സ്ട്രഗിൾ എഗെയിൻസ്റ്റ് കൈവർത്താസിനെതിരായിട്ടുള്ള സ്ട്രഗിളും പെസന്റ് റിവോൾട്ടിനെ കുറിച്ചൊക്കെ നമുക്ക് ഈ ചരിതാസിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. Though not critical histories, they provide information on dynastic legitimacy, political struggle and royal ambitions. നിയമസാധ്യത, ഈ കാലഘട്ടത്തിലുള്ള ക്രിട്ടിക്കൽ ഹിസ്റ്ററിയും ലെജിറ്റമസി ആയിട്ടുള്ള നിയമസാധ്യതയുള്ളതും പൊളിറ്റിക്കൽ സ്ട്രഗിളിനെ കുറിച്ചൊക്കെ നമുക്ക് ഇതിൽ കാണാൻ വേണ്ടി സാധിക്കും. ഇനി അടുത്ത് നമുക്ക് ഇൻസ്ക്രിപ്ഷനിലേക്കാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ,
നോക്കാൻ വേണ്ടി പോകുന്നത് ഇൻസ്ക്രിപ്ഷൻ ആണ് കേട്ടോ. ഇൻസ്ക്രിപ്ഷൻ പറഞ്ഞാൽ എന്താണ്? ലിഖിതങ്ങൾ. എന്തൊക്കെ ലിഖിതങ്ങളെ എങ്ങനെയൊക്കെ നമ്മളിലേക്ക് എത്തുന്നു എന്ന് നമുക്ക് നോക്കാം. ഇൻസ്ക്രിപ്ഷൻ ഇൻക്ലൂഡ് എഡിക്ട്സ്, ലാൻഡ് ഗ്രാൻഡ്സ്, ലീഗൽ ഡോക്യുമെന്റ്സ്, പ്രശസ്തീസ് ആൻഡ് ജീനിയോളജീസ്. ഈ ഇൻസ്ക്രിപ്ഷൻ എന്തൊക്കെയാണ് ഉൾപ്പെട്ടത്? എഡിക്ട്സ് പറഞ്ഞതാണ് ശാസനങ്ങള്, ലാൻഡ് ഗ്രാൻഡ്സിനെ കുറിച്ചുള്ളത്, ലീഗൽ ഡോക്യുമെന്റ്സ്, പ്രശസ്തീസ്, ജീനിയോളജീസ് പറഞ്ഞ വംശാവലികളൊക്കെ അതിൽ ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. ദേ were engraved on temple walls or copper plates and were intended for royal courts, official religious institution and local communities. അതായത് ഇത് എവിടേക്ക് കൊത്തിവെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു പറഞ്ഞാൽ ടെമ്പിൾ എൻഗ്രേവ് പറഞ്ഞാൽ കൊത്തിവെച്ചിരിക്കുന്നത് ടെമ്പിൾ വാൾസ്, അതായത് അമ്പലത്തിന്റെ ചുമരുകളിലും കോപ്പർ പ്ലേറ്റ്സുകളിലും പിന്നെയോ റോയൽ കോർട്സിലും ഒഫീഷ്യൽ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനിലും ഒക്കെ കുത്തിവെച്ചിട്ടുണ്ട്. പോസ്റ്റ് ഗുപ്ത ഇൻസ്ക്രിപ്ഷൻ വർ മോസ്റ്റ്ലി ഇൻ സാൻസ്ക്രിറ്റ്. അധികം പോസ്റ്റ് ഗുപ്ത ഇൻസ്ക്രിപ്ഷൻ എന്തിലാണ് എഴുതിയിരിക്കുന്നത്? സാൻസ്ക്രിറ്റിലാണ്. പിന്നെ അപ്പർ കാസ്റ്റ് കൾച്ചറൽ ഡൊമീനിയൻസ് നമുക്ക് അതിൽ കാണാൻ വേണ്ടി സാധിക്കും. ലേറ്റർ റീജിയണൽ ലാംഗ്വേജസ് ആൾസോ അപ്പിയർഡ്. പിന്നീട് കുറെ കാലത്തിന് ശേഷമാണ് റീജിയണൽ ലാംഗ്വേജ് ഒക്കെ വരാൻ വേണ്ടി തുടങ്ങിയത്. പിന്നെയോ ലാൻഡ് ഗ്രാൻഡ്സ് ടു ബ്രാഹ്മണാസ് ബിക്കം ഫ്രീക്വന്റ് ഷിഫ്റ്റിംഗ് ഫ്രം യാചന സാക്രിഫൈസസ് ടു ദാന ഗിഫ്റ്റ്സ് ആസ് മീൻസ് ഓഫ് ലെജിറ്റിമേഷൻ. ഈ കാലഘട്ടത്തിൽ ബ്രാഹ്മണാസിന് ലാൻഡ് ഗ്രാൻഡ് നൽകിയിരുന്നു. ഇതൊരു ലെജിറ്റിമേഷനായി മാറി, നിയമസാധ്യതയുള്ളതായി മാറി. എക്സാമ്പിൾ ഇതിന് പറഞ്ഞു പറഞ്ഞാൽ കാൻഡല്ല ഇൻസ്ക്രിപ്ഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനെ കുറിച്ചിട്ട് രാജവംശങ്ങള് സ്ട്രാറ്റജീസിലൂടെയും അലയൻസിലൂടെയും ടെമ്പിൾ പാട്രണേജിലൂടെയൊക്കെ ഈ ലാൻഡ് ഗ്രാൻഡ്സ് കൊടുക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത് നമുക്ക് ഇൻസ്ക്രിപ്ഷന്റെ കുറച്ച് കാര്യങ്ങളും കൂടി. ഇൻസ്ക്രിപ്ഷൻ പ്രൊവൈഡ് ഡാറ്റ ഓൺ എക്കോണമി, അഗ്രേറിയൻ എക്സ്പാൻഷൻ, സോഷ്യൽ സ്ട്രക്ചർ, റിലീജിയൻ ആൻഡ് സ്റ്റേറ്റ് ഫോർമേഷൻ. ഈ ഇൻസ്ക്രിപ്ഷനിലൂടെ നമുക്ക് ആ കാലഘട്ടത്തിലുള്ള എക്കോണമി എങ്ങനെയായിരുന്നു, അഗ്രേറിയൻ എക്സ്പാൻഷൻ, സോഷ്യൽ സ്ട്രക്ചർ എങ്ങനെയായിരുന്നു, സ്റ്റേറ്റ് ഫോർമേഷനെ കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് ടെമ്പിൾസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പോസ്റ്റ് ഗുപ്ത പീരിയഡ് വിറ്റ്നസ് എ സ്പോട്ട് ഇൻ ടെമ്പിൾ കൺസ്ട്രക്ഷൻ ബൈ എമർജിംഗ് ഡൈനാസ്റ്റീസ്. പോസ്റ്റ് ഗുപ്ത പീരിയഡിൽ സാക്ഷിയായത് എന്തിനെ കുറിച്ചായിരുന്നു? സ്പോട്ട് പറഞ്ഞാൽ കുതിക്കുകയാണ്. എന്ത്? ടെമ്പിൾ കൺസ്ട്രക്ഷൻ വളരെയധികം എമേർജ് ചെയ്ത സമയമായിരുന്നു ഈ പോസ്റ്റ് ഗുപ്ത പീരിയഡിൽ. ടെമ്പിൾസ് സെർവ്ഡ് ബോത്ത് റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ പർപ്പസ്, ലെജിറ്റിമൈസിങ് റൂളേഴ്സ് അതോറിറ്റി. അതായത് ടെമ്പിൾസ് മതപരമായും പൊളിറ്റിക്കൽ പരമായും നിയമസാധ്യത വളരെയധികം രാജാവിന് നന്നായി ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇതിലൂടെ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചോള ടെമ്പിൾസ് വിത്ത് ഗ്രാൻഡ് ആർക്കിടെക്ചർ സിഗ്നിഫൈഡ് ഇമ്പീരിയൽ പവർ, വൈൽ സ്മോളർ ഷൈൻസ് ലൈക്ക് ചൗസാത്ത് യോഗിനി അറ്റ് ഖജുരാഹോ അറ്റ് ലോക്കൽ കട്ട്സ്. അതായത് ചോളന്മാർ അവരുടെ കാലത്ത് നിർമ്മിച്ച അമ്പലങ്ങളൊക്കെ വളരെ ഗ്രാൻഡ് ആയിട്ടുള്ള ആർക്കിടെക്ചർ ആയിരുന്നു പ്രൊവൈഡ് ചെയ്യേണ്ടിയിരുന്നത്. അത് അവരുടെ സാമ്രാജ്യത്തിന് വളരെയധികം പവറും ഷൈൻസും ഒക്കെ അതിലൂടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സെറ്റിൽമെന്റ് ഓഫൺ ഡെവലപ്ഡ് അറൌണ്ട് ടെമ്പിൾസ്, മേക്കിംഗ് ദം സെന്റർ ഓഫ് റിലീജിയസ്, എക്കണോമിക് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ലൈഫ്. ഈ ടെമ്പിൾസിലൂടെ അവരുടെ ചുറ്റുമുള്ള ഭാഗത്തെ റിലീജിയസ്, എക്കണോമിക് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ലൈഫിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അടുത്ത എന്താണ്? ഓറൽ ട്രഡീഷൻ. നമുക്ക് അടുത്ത് നോക്കാൻ വേണ്ട ഓറൽ ട്രഡീഷൻ ആണ് കേട്ടോ. ഓറൽ ട്രഡീഷൻ പറഞ്ഞാൽ എന്താണ്? സ്തുതി ഗീതങ്ങളൊക്കെ പാടില്ലേ രാജാവിനെ കുറിച്ചിട്ട്, അതാണ് ഉദ്ദേശിക്കുന്നത്. ബാർഡിക് ട്രഡീഷൻ പ്രിസർവ്ഡ് ജീനിയോളജീസ്, ഹീറോയിക് ടെയിൽസ് ആൻഡ് ലോക്കൽ ഹിസ്റ്ററീസ്. അതായത് ഈ പാട്ട് പാടിക്കൊണ്ട് നടക്കുന്ന ആളുകൾ ഉണ്ടാവൂല, അവരിലൂടെ ആ കാലഘട്ടത്തിലെ രാജാക്കന്മാരിനെ കുറിച്ചും ടെയിൽസിനെ കുറിച്ചും ലോക്കൽ ഹിസ്റ്ററിയെ കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ദേ പ്രൊവൈഡഡ് ആൻ ആൾട്ടർനേറ്റീവ് പെർസ്പെക്റ്റീവ് ടു ഒഫീഷ്യൽ റെക്കോർഡ്സ്, ഓഫൻ റെപ്രസെന്റിംഗ് സബാൾട്ടൻ വോയിസ്. സാധാരണക്കാരുടെ വോയിസ് ആയിട്ടാണ് ഈ ഓറൽ ട്രഡീഷനെ കരുതപ്പെട്ടിരിക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പൃഥ്വിരാജ് രസോവിന്റെ ചന്തു ബാദ്രി പ്രസന്റ് ഹീറോയിക് അക്കൗണ്ട് ഓഫ് ചമാന്നാസ്.
അതായത് പൃഥ്വിരാജ് രാസോയുടെ ചന്ത് ബാർദായ് നമുക്ക് പ്രസന്റ് ചെയ്യുന്നത് ചമണ്ണാസ് എന്ന ആളുകളുടെ ഗ്രൂപ്പിനെ കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഓക്കെ, ദിസ് ട്രഡീഷൻ ഹൈലൈറ്റ് ദ പോപ്പുലർ പെർസെപ്ഷൻ ഓഫ് റൂളേഴ്സ് ആൻഡ് കോൺഫ്ലിക്ട്സ്. ഈ ട്രഡീഷൻ നമ്മൾക്ക് എന്താ നൽകുന്നത് പറഞ്ഞാൽ ഒരു ധാരണ, റൂളേഴ്സിനെ കുറിച്ചും കോൺഫ്ലിക്റ്റിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ഒരു ധാരണ നൽകുന്നുണ്ട്. അടുത്ത പോയിന്റ് പുരാണാസ് ആണ്. നമ്മൾക്ക് അടുത്ത പോയിന്റ് എന്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്? പുരാണത്തിനെ കുറിച്ചാണ് പറയുന്നത്. പുരാണത്തിനെ കുറിച്ച് എന്താ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്? ദ പുരാണാസ് വേർ ദ ടെക്സ്റ്റ് കമ്പൈനിങ് കോസ്മോളജി, മിത്തോളജി, ജീനിയോളജീസ് ആൻഡ് ഡൈനാസ്റ്റിക് ലിസ്റ്റ്. അതായത് പുരാണാസ് നമ്മൾക്ക് എന്തൊക്കെയാണ് നമുക്ക് തരുന്നത്? പ്രപഞ്ച രഹസ്യങ്ങളെ കുറിച്ചും മിത്തോളജിനെ കുറിച്ചും ഫാമിലി ട്രീസ്, അതായത് മുതുമുത്തശ്ശൻ, മുത്തശ്ശൻ, അച്ഛൻ, അങ്ങനെ ഉള്ള രീതി ഉണ്ടാവില്ല, ആ രീതിയിലുള്ളതിനെ കുറിച്ചിട്ടും ആ ഡൈനാസ്റ്റിക് ലിസ്റ്റിന് നമുക്ക് തരുന്നുണ്ട്. 18 Mahapuranas and many Upapuranas existed, often centered around specific deities. അതായത് 18 മഹാപുരാണങ്ങളും പിന്നെ ധാരാളം ഉപപുരാണങ്ങളൊക്കെ ധാരാളം ദേവതകളെ കുറിച്ച് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു. They provide genealogical records of dynasties, gradually shifted focus on sectarian worship. അതായത് ആ കാലഘട്ടത്തിൽ ജീനിയോളജിക്കൽ റെക്കോർഡാണ് നമുക്ക് തരുന്നത്. ഉപപുരാണാസ് റിവീൽ ഡീറ്റെയിൽസ് ഓഫ് ലോക്കൽ ബിലീഫ്സ്, കസ്റ്റംസ് ആൻഡ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ബ്രാഹ്മണിക്കൽ ആൻഡ് നോൺ ബ്രാഹ്മണിക്കൽ ട്രഡീഷൻ. അതായത് ഉപപുരാണങ്ങൾ നമ്മൾക്ക് എന്താണ് നൽകുന്നത് എന്ന് പറഞ്ഞു പറഞ്ഞാൽ ബ്രാഹ്മണിക്കൽ ട്രഡീഷനെ കുറിച്ചും നോൺ ബ്രാഹ്മണിക്കൽ ട്രഡീഷനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. ലോ ബുക്സ്, അടുത്ത പോയിന്റ് നമ്മൾ പറയുന്നത് ലോ ബുക്സ് ആണ്. ന്യൂമറസ് ധർമ്മശാസ്ത്ര കമ്പിലിയേഷൻ, ഡൈജസ്റ്റ് ആൻഡ് കമന്ററീസ് were written. ആ കാലഘട്ടത്തിൽ ധാരാളം ധർമ്മശാസ്ത്ര സമാഹാരങ്ങളും കമന്ററീസ് ബുക്സും ഒക്കെ നമുക്ക് ആ കാലഘട്ടത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. They formalized legal procedures and codified inheritance, marriage and property laws. ആ കാലഘട്ടത്തിൽ അനന്തരാവകാശത്തെ തീരുമാനിക്കില്ല, അങ്ങനെയുള്ള കുറെ നിയമങ്ങളൊക്കെ ആ സമയത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അടുത്ത എന്താ പറയുക? പോയം, സോങ്സ് ആൻഡ് അതർ ലിറ്റററി സോഴ്സിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. ഭക്തി ലിറ്ററേച്ചർ, ആൾവാർ ആൻഡ് നായനാർ ഹൈംസ്, ഹെഗിയോഗ്രാഫീസ് ഓഫ് സെയിൻസ് ഇൻ തമിഴ്. ആ കാലഘട്ടത്തിൽ ഭക്തി ലിറ്ററേച്ചറുള്ള ആൾവാർ, നായനാർ മുതലായവരുടെ കീർത്തനങ്ങളും ഹെഗിയോഗ്രഫീസ് പറഞ്ഞ മുനിവര്യന്മാരുടെ ചരിത്രങ്ങളും ഒക്കെ തമിഴ് നമുക്ക് കാണാൻ വേണ്ടി കേട്ടിട്ട് നമ്മള് അഗസ്ത്യ മുനി, അതേപോലെ കുറെ മുനിമാരെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതാണ് കോർട്ട് പോയട്രി, പിന്നെ നന്ദി കളം ഭഗം, ഗ്ലോറിഫൈയിങ് പല്ലവ കിങ് നന്ദിവർമ്മൻ തേർഡ്. അതായത് നന്ദികളെ ഭാഗം എന്ന് വിശദീകരിക്കുന്നത് നന്ദിവർമ്മൻ തേർഡിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. ജൈന ലിറ്ററേച്ചറിലൂടെ നമുക്ക് ധർമ്മ കഥ, ഫോക്ക് ടെയിൽസ്, കന്നഡ വർക്സ്, രാഷ്ട്രകൂടനെ കുറിച്ചും ഹൊയ്സാലാസ് കിങ്സിനെ കുറിച്ചിട്ടൊക്കെ ജൈന ലിറ്ററേച്ചറിലൂടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പിന്നെ എന്തൊക്കെ വേറെ വർക്കുകള്? ലേഖ പാദഹത്തി, ഗുജറാത്തിലാണത്. മോഡൽ ഓഫ് ലീഗൽ ഡോക്യുമെന്റ് ആണത്. കൃഷി പരശര, അത് ബംഗാളിലാണ്. മാത്തമാറ്റിക്കൽ ടെക്സ്റ്റ് നമുക്ക് ഈ കാലഘട്ടത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണുന്ന ചൈനീസ് അക്കൗണ്ടിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ കാണുന്ന ചൈനീസ് അക്കൗണ്ടിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ചൈനീസ് അക്കൗണ്ടിൽ എങ്ങനെയാണ്? ഹുയാങ്സാങ് 600 മുതൽ 664 കാലഘട്ടം വരെ ഇന്ത്യ വിസിറ്റ് ചെയ്യുകയും ഇവിടെ കാര്യങ്ങൾ നമുക്ക് റെക്കോർഡ് ചെയ്തിരിക്കുന്നു. അദ്ദേഹം ഫോക്കസ് ചെയ്തത് ബുദ്ധിസം, ഡോക്ട്രിൻസ്, മൊണാസ്ട്രീസ്, ട്രാവൽ ഒബ്സർവേഷനൊക്കെ അദ്ദേഹം നമ്മൾക്ക് വേണ്ടി എഴുതിയിട്ടുണ്ടായിരുന്നു. അടുത്തത് കമന്ററീസ് ആണ്. മെനി കമന്ററീസ് ഓൺ ബുദ്ധിസ്റ്റ് canonical texts were composed. ബുദ്ധ ഘോഷ, വിശ്വമാഗ, സാമന്ത, പസാദിക മുതലായവയൊക്കെ ഇതിൽ ഉൾപ്പെടും. ഓക്കെ, they show sectarian conflicts and efforts to validate
ട്രഡീഷൻസ്. ആ കാലഘട്ടത്തിലൂടെ ഇതിലൂടെ നമുക്ക് ആ കാലഘട്ടത്തിലുള്ള കോൺഫ്ലിക്റ്റുകളും അവരുടെ എഫേർട്ടും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഈ കമന്ററീസിലൂടെ. ഓക്കെ, അടുത്ത് നമുക്ക് എന്താണ് നോക്കാൻ പോണേ? ക്രോണിക്കിൾസ് ഓഫ് വംശാവലീസ്. വംശാവലീസ് പറഞ്ഞാൽ എന്താണ്? പാരമ്പര്യം, കുടുംബ ചരിത്രം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അതിന്റെ ഡെഫിനിഷൻ എന്താണ്? ഡൈനാസ്റ്റിക് ഓർ റീജിയണൽ ക്രോണിക്കിൾസ് ആണ് ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രാജതിരിങ്കിണി ഓഫ് ഖൽഹണ, 12th century, ഹിസ്റ്ററി ഓഫ് കാശ്മീർ കമ്പൈനിങ് മിത്സ്, ഇൻസ്ക്രിപ്ഷൻ, ഓറൽ ട്രഡീഷൻ ആണ് ഇതിൽ പറയുന്നത്. അതായത് കൽഹണന്റെ രാജതരംഗണയിലൂടെ 12ാം നൂറ്റാണ്ടില് കാശ്മീരിന്റെ ചരിത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇതിലൂടെ ഓറൽ ട്രഡീഷനെ കുറിച്ചിട്ടും അതിന്റെ മുൻപത്തെ കാര്യങ്ങളും ഒക്കെ യുണീക്കായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ചമ്പ വംശാവലിനെ കുറിച്ചിട്ട് വെസ്റ്റേൺ ഹിമാലയാസ് റെക്കോർഡിംഗ് മിക്സ് റോയൽ ലീനേജ് ആൻഡ് പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് അപ് ടു ദ 17th century. 17ാം നൂറ്റാണ്ട് വരെ ചമ്പ വംശാവലിയെ കുറിച്ചിട്ടും വെസ്റ്റേൺ ഹിമാലയത്തിലുള്ള റെക്കോർഡിംഗ് മിക്സ് കെട്ടുകഥകളെ കുറിച്ചും ലീനേജ് വംശപരമ്പരകളെ കുറിച്ചൊക്കെ ചമ്പ വംശാവലി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. സിഗ്നിഫിക്കൻസ് എന്താണ് ഇതിന്റെ എന്ന് പറഞ്ഞു പറഞ്ഞാൽ പ്രൊവൈഡ് ഡൈനാസ്റ്റിക്, റീജിയണൽ ആൻഡ് സോഷ്യൽ പൊളിറ്റിക്കൽ ഹിസ്റ്ററി ബിയോണ്ട് കോർട്ട് ഗ്ലോറിഫിക്കേഷൻ നമുക്കൊക്കെ ഇതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഏത് ഡൈനാസ്റ്റിന്റെയും റീജിയണൽ ആൻഡ് സോഷ്യൽ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയൊക്കെ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ് എന്താണ്? ഇസ്ലാമിക് സോഴ്സ്. മെയിൻ ആയിട്ട് ഈ കാലഘട്ടത്തിൽ 12ാം നൂറ്റാണ്ടില് പേർഷ്യൻ ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ് എമേർജ്. ഈ കാലഘട്ടത്തിൽ 12ാം നൂറ്റാണ്ടില് പേർഷ്യൻ ഹിസ്റ്റോറിക്കൽ എമേർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ്? കോർട്ട് സെന്റേർഡ് ഈ യോളജീസ്, അതായത് സ്തുതിഗീതങ്ങള്, റിച്ച് ഇൻ ഡീറ്റെയിൽസ്, സ്തുതിഗീതങ്ങളൊക്കെ നമുക്ക് അതിൽ കാണാൻ വേണ്ടി സാധിക്കും ഈ ഇസ്ലാമിക് സോഴ്സിലൂടെ. ഓക്കെ, പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ട്രാവൽ അക്കൗണ്ട്സ്. ഈ ഇസ്ലാമിക് സോഴ്സിലൂടെ തന്നെ ട്രാവൽ അക്കൗണ്ട്സ് ആണ്. ഇബിൻ ബത്തൂത്തയുടെ റിഹാല അൽ ഉമാരി, ഇതിലൂടെ നമുക്ക് കുറെ കാര്യങ്ങൾ നമുക്ക് ഈ കാലഘട്ടത്തെ കുറിച്ച് മനസ്സിലായി. ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താ പറഞ്ഞാൽ ഗ്യാവ് ഡീറ്റെയിൽ അക്കൗണ്ട്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, വാർഫെയർ, എക്കോണമി, സൊസൈറ്റി ആൻഡ് ക്രോസ് കൾച്ചറൽ ഇൻഫ്ലുവൻസ്. ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഭരണത്തിനെ കുറിച്ചിട്ടും വാർഫെയറിനെ കുറിച്ചിട്ടും എക്കോണമി, സൊസൈറ്റി മുതലായവയെ കുറിച്ചൊക്കെ നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ആർക്കിയോളജിക്കൽ സോഴ്സ് എന്ത് പറഞ്ഞാൽ ആർക്കിയോളജിക്കൽ സോഴ്സ് നമുക്ക് നോക്കാം. ചാലഞ്ചസ് ലിമിറ്റഡ് എക്സ്പ്ലോറേഷൻ റിമെയിൻ ഓഫൺ പുവർ ഓർ ഡിസ്റ്റർബ്ഡ്. ആർക്കിയോളജിക്കൽ സോഴ്സ് നമുക്ക് എന്താ നൽകുന്നത് എന്ന് പറഞ്ഞു പറഞ്ഞാൽ അർബൻ ഡിക്ലൈൻ, വിസിബിൾ ഇൻസൈറ്റ്സ്, കസാംബി, ഹസ്തിനാപൂർ, ശ്രീനഗർ മുതലായ സ്ഥലങ്ങളിലുള്ള അർബൻ ഡിക്ലൈൻ, നഗരങ്ങളുടെയൊക്കെ അധപതനത്തെ കുറിച്ചിട്ട് നമുക്ക് ആർക്കിയോളജിക്കൽ സോഴ്സിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. പുരാണാസ് കില, അതായത് ഡൽഹിയിലുള്ള രാജപുത്ത് ഫോർട്ടിഫിക്കേഷനും പോട്രി സ്മോൾ വിഷ്ണു ഇമേജ്, ആ ഭാഗത്തേക്കുള്ള സ്മോൾ വിഷ്ണു ഇമേജ് ഒക്കെ ഡിക്ലൈൻ ചെയ്തതും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. രാജ്ഘട്ട്, വാരണാസിയിലെ രാജ്ഘട്ടിലും വെൽ പ്ലാൻഡ് സിറ്റി പിന്നീട് ഡ്രെയിൻ ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതിലൂടെ ഈ ആർക്കിയോളജി സോഴ്സിലൂടെ നമ്മൾ വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യം നിലനിന്ന് നമുക്ക് ഈ ആർക്കിയോളജിക്കൽ സോഴ്സിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ലാസ്റ്റ് ഐഹോൾ ബനവാസി, കർണാടകയിലുള്ള ടെമ്പിൾ റിസർവെയറിലൂടെയും അയൺ പ്രൊഡക്ഷൻ, സെറ്റിൽമെന്റ്, എക്സ്പാൻഷൻ, അതായത് ഐഹോൾ ബൻവാസി കർണാടകയിലുള്ള അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അമ്പലം, റിസർവോയർ, അയൺ പ്രൊഡക്ഷൻ, സെറ്റിൽമെന്റ്, എക്സ്പാൻഷൻ എന്നിവയെ കുറിച്ചൊക്കെ നമുക്ക് ഐഹോൾ ഇൻസ്ക്രിപ്ഷനിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഓക്കെ, ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് പറഞ്ഞു പറഞ്ഞാൽ ഡെസ്പൈറ്റ് fragmentary data archaeology helps study urbanization, trade routes, craft activity, feudalism and state formation. ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ചിന്നാഭിന്നമായിട്ടുള്ള
ചിഹ്നാമ്പന്നമായി കിടക്കുന്ന സ്ഥലത്തെക്കുറിച്ചുള്ള ആർക്കിയോളജിക്കൽ സ്റ്റഡി എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അർബനൈസേഷനും ട്രേഡ് റൂട്ട്സും ക്രാഫ്റ്റ് ആക്ടിവിറ്റിയും ഫ്യൂഡലിസം സ്റ്റേറ്റ് ഫോർമേഷനെ കുറിച്ചൊക്കെ നമുക്ക് കുറേ ഇൻഫർമേഷൻ ഈ ആർക്കിയോളജിക്കൽ സോഴ്സിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി അത് എത്രമാത്രം ഡെവലപ്പ് ആയിരുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഈ പാഠഭാഗത്തിന്റെ കൺക്ലൂഷൻ എന്താണ്? The early medieval period witnessed diverse and innovation historical sources, biographies, inscription, temples and oral tradition, Puranas, law books, Bhakti poetry, chronicles, Islam history and archaeology. അതായത് ഏർലി മെഡീവൽ പീരീഡ് എന്തിനു സാക്ഷിയായിരിക്കുന്നു? വ്യത്യസ്ത തരത്തിലുള്ള നവീകരണത്തിനും ചരിത്രപരമായിട്ടുള്ള സോഴ്സും ബയോഗ്രഫീസിലൂടെയും ഇൻസ്ക്രിപ്ഷനിലൂടെയും ടെമ്പിൾസിലൂടെയും ട്രഡീഷൻ, പുരാണ, ലോഗ് ബുക്സ്, ഭക്തി പോയട്രി, ഇസ്ലാമിക് ഹിസ്റ്ററി, ആർക്കിയോളജിക്കൽ സോഴ്സ് ഇതിലൂടെയൊക്കെ നമുക്ക് റിവീൽ ചെയ്ത് എല്ലാ കാലഘട്ടത്തിൽ നടന്ന കാര്യങ്ങൾ. പിന്നെ ഈച്ച് ട്രൈബ് പ്രൊവൈഡ് യുണീക്ക് പെർസ്പെക്റ്റീവ്, അതായത് ഇത്തരത്തിലുള്ള എല്ലാതും തന്നെ വ്യത്യസ്ത തരത്തിലുള്ള വീക്ഷണമാണ് നമുക്ക് തരുന്നത്. അപ്പൊ ഈ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം.